കളിക്കവിള കൊലപാതകത്തിൽ പാറശാലയിലെ സർജിക്കൽ സ്ഥാപനത്തിനെതിരെ കേസെടുത്തു. ഒളിവിൽ പോയ രണ്ടാം പ്രതി സുനിൽകുമാറിന്റെ ബ്രദേഴ്സ് സർജിക്കൽ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി സജിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും നൽകിയത് ഈ സ്ഥാപനത്തിൽ നിന്നാണെന്നും കണ്ടെത്തിയിരുന്നു. ജിബിൻ ജെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, എന്തെല്ലാം കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്? ഈ കൂടുതൽ അന്വേഷണം അതെങ്ങനെ മുന്നോട്ട് പോകുന്നു? പൂജ, ഈ കളിക്കാവിള കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി സുനിൽകുമാറിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ തമിഴ്നാട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ സർജിക്കൽ സ്ഥാപനത്തിൽ നിന്നാണ് ഈ കൊലപാതകത്തിന് വേണ്ട ഉപകരണങ്ങൾ നൽകിയതെന്നാണ് പ്രതിയായിട്ടുള്ള സജി മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ പാറശാലയിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രദേഴ്സ് എന്ന് പറയുന്ന സർജിക്കൽ സ്ഥാപനത്തിന് ഇപ്പോൾ ലൈസൻസ് ഇല്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സ്ഥാപനം ഇനി പ്രവർത്തിക്കാൻ പാടില്ല എന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്നത് ഇയാൾക്കെതിരെയാണ്. ഇയാളെയാണ് രണ്ടാം പ്രതിയായി ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാളുടെ സുഹൃത്തിനെയാണ്, ഈ സുനിൽകുമാറിന്റെ സുഹൃത്തായിട്ടുള്ള പ്രദീപ് ചന്ദ്രനെയാണ് ഇന്ന് രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഇയാൾ അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് ഈ പ്രദീപ് ചന്ദ്രനെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്ത് സുനിൽകുമാറിന്റെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നും കണ്ടെത്തിയിരിക്കുന്നത്. ശരി, രണ്ടാം പ്രതി സുനിൽകുമാറിനായുള്ള അന്വേഷണം ഊർജിതമാണ്. ജിബിൻ ജെ വിയാണ് വിവരങ്ങൾ നൽകിയത്.